വർഷങ്ങൾക്ക് മുൻപ് മാരാമൺ കൺവെൻഷനിൽ ഗസ്റ്റ് പ്രാസംഗികനായി ഒരു സുവിശേഷം കടന്നു വന്നു. ജെയിംസ് എർവിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചന്ദ്രനിൽ പോയി ചന്ദ്രനിൽ കൂടെ നടന്നിട്ടുള്ള മനുഷ്യനാണ്. യോഗത്തിന് ശേഷം പത്രക്കാർ തൻ്റെ അടുത്ത് കൂടി, സാർ ചന്ദ്രനിൽ പോയിട്ടുണ്ടല്ലേ? അതെ, ഞാൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. ചന്ദ്രനിൽ കൂടി നടന്നിട്ടുണ്ടല്ലേ? അതെ, നടന്നിട്ടുണ്ട്. എന്ത് തോന്നിയിരുന്നു നേരം? അതൊരു വലിയ കാര്യമാണ്. ചന്ദ്രനിൽ കൂടെ ഒരുവൻ നടക്കുക എന്ന് പറയുന്നത്, മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്തെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടോ? തനിങ്ങനെ പ്രതികരിച്ചു, മനുഷ്യൻ ചന്ദ്രനിൽ നടന്നു എന്നുള്ളത് എന്നെ അത്ര അതിശയിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവം ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നു. ഗലീലയിൽ കൂടി നടന്ന് യെരുശലേമിൽ കൂടെ കടന്നുപോയ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി ഒരു രണ്ട് വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കുമോ? യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തികളെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ഒരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കർക്കശമാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയാൽ നല്ലതായിരുന്നു എന്നുള്ളതല്ല. ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ദാറ്റ്. അതങ്ങനെ തന്നെ ആയിരിക്കണം, അതിനൊരു മാറ്റമില്ല. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം, നിയമം എന്താണെന്ന് ദൈവം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ അതിർക്കകമെല്ലാം, അതിരിൻ്റെ ഉള്ളിൽ മുഴുവനും അതിൻ്റെ അതിർക്കകമെല്ലാം വിശുദ്ധമല്ല, മോസ്റ്റ് ഹോളി ആയിരിക്കണം, അതിവിശുദ്ധമായിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രമാണം. ഇനി നമുക്കൊരു വാക്യം, രണ്ട് വാക്യം വായിക്കണം. ഒരു വാക്യം, ഒന്ന് കൊരിന്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. 1 കൊരിന്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? മതി. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യെഹെസ്കേൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്, അതങ്ങനെ തന്നെ ആയിരിക്കണം. എന്താണ് ആ പ്രമാണം? ആ പ്രമാണം അതിൻ്റെ അതിർക്കകമെല്ലാം മോസ്റ്റ് ഹോളി ആയിരിക്കും, അതിവിശുദ്ധമായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് ഇവിടെ എഴുതി, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളിത് അറിയുന്നില്ലേ സഹോദരി സഹോദരന്മാരെ? കൊരിന്തിലെ സഭയോട് അപ്പോസ്തലൻ പൗലോസ് ചോദിച്ചു, നിങ്ങളിത് അറിയുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ചോദിക്കുന്ന ഇതാണ്, സഹോദരി സഹോദര, നീ ഇതറിയുന്നില്ലേ? നീ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ നിന്നെ തന്നെ അറിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം? അത് മോസ്റ്റ് ഹോളി ആയിരിക്കണം, അതിവിശുദ്ധമായിരിക്കണം. ഒരു വാക്യോടെ നമുക്ക് വായിക്കാം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. സഹോദരന്മാരെ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മളൊരു കാര്യം കണ്ടു. അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങളെ ദൈവം അനന്യമായി വെളിപ്പെടാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഏതൊക്കെ പോർഷൻ അന്യമായി വെളിപ്പെടണം? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ 3 വാക്യങ്ങളിൽ നിന്ന് വിശദീകരണം കൂടാതെ ഒരു സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഊഹിക്കുന്നു. അതിതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങളിത് അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. അത് കർക്കശമായ നിയമമാണ്. അതിങ്ങനെയാണ്, അതിൻ്റെ അതിർക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങളുടെ ആത്മാവ് മാത്രം അനന്യമായി കാക്കപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഇത് മുഴുവനും, അതിൻ്റെ അതിർക്കകം മുഴുവനും അനന്യമായി കാക്കപ്പെടണം. യേശുക്രിസ്തു പറഞ്ഞതും ഇത് തന്നെയാണ്. യേശുക്രിസ്തു കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം തന്നെയാണ് 1 തെസ്സലോനി നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയ സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അക്ഷരിക ആലയം അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ച മോറിയ മലയുടെ മുകളിൽ ഒരക്ഷരിക ആലയം പണിയാൻ വേണ്ടി ദാവീദ് വട്ടം കൂട്ടി. എന്നാൽ ദാവീദിൻ്റെ മകനായിരുന്ന ശലോമോൻ ആ ദേവാലയം പണിതു. ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ആയിരക്കണക്കിന് കാളകളെയും ആടുകളെയും യാഗം കഴിച്ചു. ദൈവത്തിൻ്റെ ഷക്കീന, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആലയത്തിൽ ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അതേ ആലയം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു ആലയത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിക്കളഞ്ഞു. ഒരിക്കൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിന്ന ദൈവാലയം, എന്നാൽ ഇപ്പോൾ അത് അങ്ങനെ ആയിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയത്തെ വിട്ട് എപ്പോഴേ പോയി കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ദേവാലയം അവിടെ ഉണ്ട്. ആ ദേവാലയത്തെ നോക്കി ശിഷ്യന്മാർ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരു, എത്ര മനോഹരമായിരിക്കും ദേവാലയം. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു. ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്, ബാഹ്യമായിട്ടെല്ലാം ഉണ്ട്. യാഗങ്ങളുണ്ട്, പുരോഹിതനുണ്ട്, മഹാപുരോഹിതനുണ്ട്, എല്ലാം തകൃതിയാ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണോ അവിടെ വേണ്ടിയിരുന്നത് അതില്ല. അത് വേണ്ടിയിരുന്ന ദൈവ സാന്നിധ്യമാണ്. സഹോദരന്മാരെ, നമുക്കറിയാം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ച കാര്യം,
ദൈവത്തിൻ്റെ വിളക്കായിരുന്ന, ദൈവത്തിൻ്റെ ദീപമായിരുന്ന മനുഷ്യൻ്റെ ആത്മാവ് കെട്ടുപോയി. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദീപം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദീപമായിരുന്ന ദൈവാത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആദാം പാപം ചെയ്തതിന് മുൻപ് ആദാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ ഒരു മെഴുകുതിരി അണഞ്ഞു പോകുന്ന പോലെ, ഒരു കൈവിളക്ക് കെട്ടുപോകുന്ന പോലെ ആ ദീപമാകുന്ന, ദൈവത്തിൻ്റെ ദീപമാകുന്ന ആത്മാവ് കെട്ടുപോയി. ഇപ്പോൾ അവൻ ആത്മാവില്ലാത്ത, ദേഹവും ദേഹിയും മാത്രമുള്ള ഒരു മനുഷ്യനായി അധപ്പതിച്ചു. ആ മെഴുകുതിരിയെ, കെട്ടുപോയ മെഴുകുതിരിയെ വീണ്ടും കത്തിക്കുക എന്നതാണ് ഒരുവൻ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. ഒരുവൻ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ കെട്ടുപോയ മെഴുകുതിരിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും പരിശുദ്ധാത്മാവുന്ന ആ മെഴുകുതിരി, ഈ കെട്ടുപോയ മെഴുകുതിരി നമ്മളിങ്ങനെ കൊണ്ട് കത്തിക്കുന്ന പോലെ ദൈവം കത്തിക്കുന്നതാണ് ഒരുവൻ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ. ഈ കത്തിച്ച മെഴുകുതിരി മാറ്റിയാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം വീണ്ടും ഈ കത്തിച്ച മെഴുകുതിരി കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം, ഈ മെഴുകുതിരിയിൽ ഒരിക്കലും കെട്ടുപോകാതെ വണ്ണം ഈ കത്തിച്ച മെഴുകുതിരിയാകുന്ന ദൈവാത്മാവ്, ആ ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് സജീവമായി. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം ആത്മാവ് മാത്രം സജീവമാകുക എന്നുള്ളതല്ല. അതിന് ഒരു നിമിഷം മതി. ഒരുവൻ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്ന അതേ സമയത്ത്, ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് വീണ്ടും ജനിപ്പിക്കുന്നു. അവൻ ആത്മാവിൽ സജീവത്വമുള്ളവനായി തീർന്നു. ആത്മാവിൽ അവൻ വീണ്ടും ജനിച്ചു. പക്ഷെ അവൻ്റെ ദേഹവും ദേഹിയും പഴയ പടി തന്നെ ആയിരിക്കുന്നു. ഈ ദേഹം നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ രൂപാന്തരപ്പെടും. അത് നമ്മൾ രക്ഷിക്കപ്പെട്ട അത്ര സമയം പോലും വേണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ശരീരത്തിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. ഇങ്ങനെ നമ്മൾ കണ്ണ് ഇടയ്ക്ക് നമ്മൾ പോലും അറിയുന്നില്ല കണ്ണടയ്ക്കുന്നത് എപ്പോഴാണ്. നമ്മൾ അത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കണ്ണടയ്ക്കുന്നുണ്ട്. പക്ഷേ അത് അതിനുവേണ്ടി ഒരു എഫർട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അറിയുന്ന പോലുമില്ല. അറിയാതെ തന്നെ ഇങ്ങനെ കണ്ടു. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതിന് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു സെക്കൻഡ് പോലും വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ശരീരം രൂപാന്തരപ്പെടും. ശരീരം രൂപാന്തരപ്പെടണമെങ്കിൽ നാം ഇപ്പോൾ തന്നെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. നാം ഇപ്പോൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മാസം, ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. നാം മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മളെ തന്നെ പരിശോധിക്കുക. എൻ്റെ മാനസാന്തരം എത്രത്തോളമുണ്ട്? കഴിഞ്ഞ വർഷത്തേക്കാൾ, അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ ഇപ്പോൾ ഞാൻ എത്രമാത്രം മാനസാന്തരം എനിക്കുണ്ട്? അന്നും ആരെങ്കിലും ആരാടാൻ ചോദിച്ചാൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ ഒരു ലിസ്റ്റ്, ഒരു കടലാസ് തരിക. പ്രാർത്ഥനയുടെ ഒരു 10 ആവശ്യം ആ കടലാസിൽ എഴുതുക. ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. എൻ്റെ പട്ടിണിയും പ്രയാസവും, പഠിക്കുന്ന ആർക്കും പട്ടിണി ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പൊതുവിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പട്ടിണിയും പ്രയാസവും സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാം മാറണം എഴുതി. എൻ്റെ കുഞ്ഞുങ്ങൾ +2 കഴിഞ്ഞു,
അവർ ഒരുത്തിന് എൻട്രൻസ് മെഡിസിനുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അതെഴുതി. ഇങ്ങനെ കുറേ ലിസ്റ്റുകൾ നമ്മൾ എഴുതും. നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു. ഒരു ഭാവനയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പക്ഷപാതം ചെയ്യുന്നുണ്ട് ദൈവത്തോട്. ആ പരിശുദ്ധാത്മാവ് ഈ ലിസ്റ്റ് നോക്കിയിട്ട് പറയും, കർത്താവേ, ഒരിക്കലും അവൻ്റെ പട്ടിണി മാറ്റിക്കൊടുക്കരുത്. എന്താ കാര്യം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് തെളിയിക്കാൻ നമ്മൾ ഇവനെയല്ലേ ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പട്ടിണി മാറ്റി കൊടുക്കരുത്. നേരെ മറിച്ച് ഇവൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ലോകം അറിയുവാൻ തക്കവണ്ണം ദൈവം ഇവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ്റെ മോന് മെഡിസിന് എൻട്രൻസിൽ ജയിക്കണം, ആവശ്യം ദൈവത്തോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവേ, ഒരു തീമത്യോസായി ഈ ലോകത്തിൽ യേശുവിനെ പ്രദർശിപ്പിക്കുവാൻ നമ്മളിവനെ അല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവനൊരു മെഡിസിൻ്റെ എൻട്രൻസിൽ ജയിക്കരുത്. സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടങ്ങളും തമ്മിൽ പലപ്പോഴും വിഘടിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോട് അരുളി ചെയ്തപ്പോൾ, കൽപ്പനകൾ കൊടുത്തപ്പോൾ, ഒരു കൽപ്പന മോശയോട് ഇങ്ങനെ, മോശ മുഖാന്തരം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി വിടരുത്. കലപ്പയുടെ ഒരു സൈഡിൽ കാളയും മറ്റേ സൈഡിൽ കഴുതയുമാണെങ്കിൽ ഒരിക്കലും ആ ഉഴവ് ശരിയാകത്തില്ല. കാരണം കാളയുടെ ഉദ്ദേശം ഒന്നാണ്, കഴുതയുടെ മറ്റൊന്നാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നാണ് എന്നെക്കുറിച്ചുള്ള, എൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ നീണ്ടുപോകുന്നതും അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുന്നതും. കാരണം ദൈവം നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം ആലയത്തിൻ്റെ അകമെല്ലാം, ആലയത്തിൻ്റെ ചുറ്റുപാടും, ആലയത്തിൻ്റെ അതിർക്കകമെല്ലാം അതിവിശുദ്ധമായി തീരണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള, പിടിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചുള്ള ആഗ്രഹം ഇത് തന്നെയാണ്. പ്രിയ സഹോദരിമാർ, നമ്മൾ വെറുതെ രക്ഷിക്കപ്പെട്ടു, ഓക്കെ, നല്ല കാര്യം. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, വളരെ നല്ല കാര്യം. പക്ഷെ നാം രൂപാന്തരപ്പെടണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കണ്ടമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടണമെങ്കിൽ ഇപ്പോൾ തന്നെ നാം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ആയിരിക്കണം. അത് സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഖ്യാപനത്തിൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ താല്പര്യമുണ്ട്, അല്ലാത്ത ആരും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ രൂപാന്തരപ്പെടത്തില്ല എന്നത് സത്യമാണ്. കാരണം ഈ ദൈനംദിന ജീവിതത്തിൽ നാം രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നാം രൂപാന്തരപ്പെടാൻ ഒരു -1 പോലും സാധ്യതയില്ല. നാം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ്, 3.5 വർഷത്തിന് മുൻപ് മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു മോൾ ഇവിടെ ഇരിപ്പുണ്ട്.
അല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അടക്കം. എന്നാൽ 3.5 വർഷം മാത്രം യേശുവിനോടൊപ്പം നടന്ന പത്രോസിനെ നോക്കിയിട്ട് ഒരു ചെറുപ്പക്കാരി പെങ്കൊച്ചി പറയുക, ഇവനും അവനോട് കൂടെയുള്ളവനായിരുന്നു. ആ ഗലീലക്കാരനോട് കൂടെ ആയിരുന്നു ഇവനും. നിനക്ക് എങ്ങനെ മനസ്സിലായി മോളെ? ഇവൻ്റെ സംസാരവും ഉച്ചാരണവും അത് തെളിയിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംസാരവും ഉച്ചാരണവും നാം യേശുവിനോടൊപ്പം ആയിരിക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രതികരണങ്ങൾ യേശുവിനോടൊപ്പമുള്ളവനാണ് ഇവൻ ഇവൾ എന്ന് തെളിയിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ നിരൂപണങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം ദൂരത്തുനിന്ന് പറയുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ദൈവം ദൂരത്തുനിന്ന് അറിയുന്നു. സമുദ്രത്തിൻ്റെ അടിയിൽ കൂടെ നീന്തിപ്പോയ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ 2 ചതുർധർമ്മ പണമുണ്ടെന്ന് യെരുശലേമിൽ നിന്ന് കണ്ട യേശുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്ത് നിന്ന് ഗ്രഹിക്കും. നമ്മുടെ നിരൂപണങ്ങൾ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന നിരൂപണങ്ങളാണെങ്കിൽ, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം, താല്പര്യപ്രകാരം, നിയമപ്രകാരം എൻ്റെ ഈ ആലയത്തിൻ്റെ അതിർക്കകമൊക്കെയും ഇതുവരെയും മോസ്റ്റ് ഹോളി ആയി തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് 1 സെക്കൻഡ് മതി. കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടാൻ അതിനേക്കാൾ കുറച്ച് സമയം മതി. നമ്മുടെ ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ തുടർമാനമായി നീണ്ടു നിൽക്കുന്ന, ഇടതടവില്ലാതെ നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സാണ്, ഒരു നടപടിയാണ് നമ്മുടെ ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ദേഹിയിലാണ് നമ്മുടെ എല്ലാ വികാരങ്ങളും ആയിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, അഭിലാഷങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ. ആത്മാവിൽ ഇതൊന്നുമില്ല. ആത്മാവിന് സന്തോഷവുമില്ല, സങ്കടവുമില്ല. ആത്മാവ് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ദേഹിയിൽ ഇതെല്ലാം ഉണ്ട്. ആരെങ്കിലും നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ചിലപ്പോൾ ചിലർക്കും മിക്കവാറും ആളുകൾക്കും ഒരു സന്തോഷം ഉണ്ടാവും. ആരെങ്കിലും നമ്മളെക്കുറിച്ച് 4 ചീത്ത പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് എങ്ങനെയെങ്കിലും സഹായിച്ചിട്ടുള്ളവരുമാണ് അവരെ സങ്കല്പിക്കുക, നമുക്ക് വല്ലാതെ വിഷമമുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം നമ്മുടെ ആത്മാവിലല്ല, നമ്മുടെ ദേഹിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ദേഹി നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ദേഹിയും മാറ്റപ്പെടണം. ആത്മാവിൻ്റെ ശബ്ദമെന്തോ അത് ശ്രവിച്ച് അത് തന്നെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ദേഹിയും മാറ്റപ്പെട്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ ഈ ഡിമാൻഡ് പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഡിമാൻഡ് എന്താണ്? യേശുക്രിസ്തുവിൽ നാം വായിച്ചു, പർവ്വതത്തിൻ്റെ മുകളിൽ ആലയത്തിൻ്റെ അതിർക്കകമൊക്കെയും അത് വിശുദ്ധമായിരിക്കണം. ആത്മാവ് മാത്രം പോരാ. അപ്പോസ്തലൻ പൗലോസ് അതുതന്നെ വേറൊരു രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ഒട്ടും ശേഷിക്കാതെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതിൻ്റെ അടുത്തൊരു വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുമോ? അതാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ ധൈര്യം. അതാണ്
നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ധൈര്യം അതാണ്. എന്താ ധൈര്യം? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ആരാ നിവർത്തിക്കും? അയ്യോ, ഞാൻ നീണ്ട വർഷങ്ങളായി ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പിന്നെ തോറ്റു പോവുക. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എൻ്റെ നാവിനെ നിയന്ത്രിക്കണം എന്നെനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പറയാൻ എൻ്റെ നാവ് ഇങ്ങനെ വ്യഗ്രതപ്പെടുക. ആരെയോടും ഒരു അസഭ്യവാക്കുകളോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകാത്തൊരു വാക്ക് പോലും വായിന്ന് പുറപ്പെടരുത്. നിങ്ങളുടെ വായിലെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമായിരിക്കണം. കർത്താവ്, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആയിരിക്കണമെന്ന്. എൻ്റെ വായിലെ വാക്കുകൾ പക്ഷെ പലപ്പോഴും അങ്ങനല്ല. കേൾക്കുന്നവരെ മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും അവരുടെ നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്നിങ്ങനെ ചെയ്തില്ലേ. നമുക്കറിയാമല്ലോ, തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകും, എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അങ്ങനെ കർത്താവ് ഇപ്പോഴും എൻ്റെ വാക്ക്. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. ഈ പ്രകൃതി എല്ലാം അറിഞ്ഞിട്ടാണ്, എൻ്റെ സകല പ്രകൃതിയും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രകൃതിയും എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നാളെ എന്തായിത്തീരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നാളെ അടുത്ത നിമിഷത്തിൽ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഏത് വാക്കാണ് അടുത്ത നിമിഷത്തിൽ പറയാൻ പോകുന്നതെന്ന് എന്നെ വിളിച്ച ദൈവത്തിന് ലോകസ്ഥാപനത്തിന് മുൻപേ അറിയാം. മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയാകുമ്പം ബാബുവിൻ്റെ വായിൽ നിന്ന് എന്താണ് വരാൻ പോകുന്ന വാക്കുകളെന്ന് ഞാൻ പിണ്ടാകാരമായിരിക്കുന്നതിന് മുൻപേ അതെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നാം ഒന്നുമില്ലാതിരുന്നപ്പോൾ, ശൂന്യമായിരുന്നപ്പോൾ, അതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതുകൊണ്ട് നാം ആരും നല്ല റെഡി പുള്ളികളാണ് എന്നോടൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് തിരഞ്ഞെടുത്ത ദൈവം, ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ഇല്ലാത്തതും നികൃഷ്ടമായതും ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാപിയായ ഒരു മനുഷ്യനിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വരും കാര്യങ്ങൾ കാണിക്കേണ്ടതിനാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്നാണ് എഫെസ്യർ എഴുതിയിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാപിയായ ഒരു മനുഷ്യനെ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ, വെറും വേസ്റ്റായിരിക്കുന്ന ഒരു വേസ്റ്റിനെ വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അവളിൽ എന്ത് ചെയ്യാൻ കഴിയും, അവനിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഇതിനൊക്കെ ആർ പ്രാപ്തർ? ഇതിനൊക്കെ ആർക്കാണ് ഇതിനൊക്കെ കഴിയുന്നത്? ഇതിനൊക്കെ ആർ പ്രാപ്തർ? അതിൻ്റെ ഉത്തരം താൻ തന്നെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. സൗരസാലം നമുക്കും അത് തന്നെ പറയാം. ആലയത്തിൻ്റെ അതിർക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം. ദൈവം ഒരിക്കലും മാറ്റം വരുത്തത്തില്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് ദൈവം ഒരിക്കലും ഭേദം വരുത്തത്തില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമത്തിന് ദൈവം ഒരിക്കലും മാറ്റം വരുത്തത്തില്ല, ഒരിക്കലും മാറ്റം വരുത്തിയിട്ടുമില്ല. ഇന്നും സത്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അത് ആദാമിനോടാകട്ടെ ഇന്ന് ഈ കൃപായുഗത്തിലാകട്ടെ ദൈവം ഒരിക്കലും അതിന് മാറ്റം വരുത്തിയിട്ടില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ.
എന്നാൽ അടുത്ത ശ്വാസത്തിൽ അതേ വാക്യത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം എഴുതിയിരിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ. ഇതാണ് ദൈവത്തിൻ്റെ വ്യത്യാസം. ദൈവം പാപത്തിന് മാറ്റം വരുത്തിയിട്ടില്ല, ശിക്ഷയ്ക്ക് മാറ്റം വരുത്തിയതല്ല, മാറ്റം വരുത്തിയിട്ടുമില്ല, വരുത്തത്തുമില്ല. പാപത്തിന് ശമ്പളം മരണമത്രേ, അന്നും ഇന്നും എന്നും. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആലയത്തിൻ്റെ അതിർക്കകമൊക്കെയും അത് വിശുദ്ധമായിരിക്കണം. ആലയമാരാ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കൊരിന്ത്യർ ലേഖനത്തിൽ ആരാണ് ആലയം? ഇന്ന് യെരൂശലേമിലുള്ള ശലോമോൻ പണിത ആലയത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഞാനും നിങ്ങളുമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തെ നോക്കിയാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്, ആലയത്തിൻ്റെ അതിർക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. എനിക്ക് നിവർത്തിക്കാൻ കഴിവില്ല, പക്ഷെ നിവർത്തിക്കാൻ പ്രാപ്തനായ ഒരുത്തനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇവിടേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് അത് നിവർത്തിക്കാൻ കഴിവുള്ളവനാണ്. അവനത് നിവർത്തിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.